അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിഖ് ഡി പാണ്ടിക്കാടിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൈം സ്റ്റോറിയുടെ ആദ്യ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രൈം നടന്നാൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിന് പിന്നാലെ സജീവമായി സഞ്ചരിക്കുകയാണ് ക്രൈം സ്റ്റോറി. വരാനുള്ള 2 എപ്പിസോഡുകളിൽ നമ്മുടെ മുമ്പിൽ ക്രൂഷ്യൽ ആൻഡ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്, ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ളത് മലപ്പുറം ക്രൈം ബ്രാഞ്ചിൽ നിന്നും റീസെൻ്റ്ലി റിട്ടയർഡ് ആയിട്ടുള്ള അഷ്റഫ് സാറാണ്. അഷ്റഫ് സാർ, സ്വാഗതം. നമസ്കാരം. പ്രാഥമിക പഠനത്തിന് ശേഷം സാറിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എങ്കിലും പോലീസ് മേഖല തിരഞ്ഞെടുക്കാനുള്ള മോട്ടീവ് എന്തായിരുന്നു? എൻ്റെ ആദ്യത്തെ PSC ആയിരുന്നു. അതിനുശേഷം വേറെ ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിന്നു. എനിക്കിതിനോട് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിതിലേക്ക് വന്നതോടുകൂടി ഞാനിതിനെ ഇഷ്ടപ്പെട്ടു. ഇത് ഒരു സമൂഹത്തിൽ, ഏതൊരു സമൂഹത്തിലും ഈ പോലീസ് എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്. ഏതൊരു സിവിലൈസ്ഡായ ഏത് സമൂഹത്തിലും ഈ പോലീസ് ഉണ്ടാവും. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സൊസൈറ്റിയുടെ അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെന്താ പോലീസായാലും എന്നുള്ള ചിന്ത വന്നു. ആ അർത്ഥത്തിൽ എനിക്ക് പോലീസിനെ ഇഷ്ടമാണ്. അപ്പോൾ യാദൃശ്ചികമായ ഒരു കടന്നുവരവായിരുന്നു? വരവ് തികച്ചും യാദൃശ്ചികമായിരുന്നു. ഓക്കെ. പിന്നീട് അങ്ങോട്ട് സ്വതാല്പര്യപ്രകാരം പിന്നെ താല്പര്യം ഉണ്ടായിരുന്നു. ഈ ജോലിയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രൊഫഷന്, സാറിപ്പോൾ എത്തിച്ചേർന്നൊരു പ്രൊഫഷനെ നിലവിൽ സാറെങ്ങനെ നോക്കി കാണുന്നു? പ്രൊഫഷന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെടാതെ ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല. ഇഷ്ടപ്പെട്ടാലോ ഇത് നല്ല ജോലിയാണ്. ഇത് നമ്മുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എല്ലാവർക്കും ഈ ജോലി ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷേ ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് നീതി പുലർത്താൻ കഴിയുള്ളൂ. പോലീസ് ജോബിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ശത്രുക്കളൊക്കെ ഒരുപാട് സമ്പാദിക്കാൻ അവസരങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു പണിയാണെന്ന്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നത്? അങ്ങനെ നമുക്ക് അനുഭവമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകൾ എന്തായാലും 2 കക്ഷി ഉണ്ടാവുള്ളൂ. ഒരു സംഭവത്തിൽ 2 കക്ഷി. ഒരു കള്ളൻ ഉണ്ടെങ്കിൽ ഒരു പോലീസും ഉണ്ടാവും. കള്ളൻ എന്തായാലും പോലീസോട് വിരോധമുണ്ടാവും, അല്ലേ? ആ അർത്ഥത്തിലുള്ള ശത്രുത അല്ലാതെ ആജീവനാന്ത ശത്രുക്കളൊന്നും നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഉണ്ടാവില്ല. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇതുപോലെ നമ്മുടെ ലിബറൽ ഡെമോക്രസി ആണല്ലോ. അപ്പോൾ പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പോൾ പൊളിറ്റിക്കലായ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ശത്രുതയും അതുകളിലൊക്കെ ഉണ്ടാവുന്ന സാധ്യതയുണ്ട്. എനിക്കങ്ങനെ അനുഭവമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, നമ്മളെ ജോലിയിൽ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ സർവീസ് ജീവിതത്തിൽ അങ്ങനെ ശത്രുക്കളൊന്നും. പോലീസിന് നീതി എത്തിക്കുന്നതിലെ പ്രൊസീജിയേഴ്സ്, നടപടിക്രമവും അതിലെ പരിമിതികൾ എന്തൊക്കെയാണ്? നീതി എന്നല്ല ഉപരി നമ്മൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 2 തരം പോലീസിംഗ് ഉണ്ട്. ഒന്ന് ലീഗൽ പോലീസിങ്, 2 മോറൽ പോലീസിങ്. മോറൽ പോലീസിങ് ചില സമയത്ത് അത് വിമർശനങ്ങൾക്കുണ്ടാവും, സാധ്യതയുണ്ട്. പക്ഷെ ലീഗൽ പോലീസിംഗ് ആണ് ഏറ്റവും നല്ലത്. ലീഗലായി നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മോറലി നോക്കുമ്പോൾ ചിലതൊക്കെ അനുവദിക്കേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് തടയേണ്ടി വരും. പക്ഷേ ലീഗലി അങ്ങനെ ചില കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് തടയേണ്ടി വരും. മനസ്സിലാവും? അപ്പോൾ ലീഗൽ പോലീസിങ്ങിലൂടെ ആണ് നമ്മൾ നീതി എന്ന് പറയുന്നത്. നീതിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചില സമയത്ത് നിയമം എന്ന് പറയുന്നത് മനുഷ്യർ ഉണ്ടാക്കുന്ന, അല്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലേ? പാർലമെൻറ്റും അതേപോലെ നിയമസഭയൊക്കെ ആണല്ലോ നിയമം ഉണ്ടാക്കും. നിയമം ഉണ്ടാക്കുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചവരാണ്. അപ്പോൾ നിയമം ഉണ്ടാക്കുന്നത് ജനങ്ങളാണ്. അത് നടപ്പിലാക്കുക എന്ന് അതിൻ്റെ എക്സിക്യൂഷനാണ്, അതിൻ്റെ നടപ്പിലാക്കലാണ് നമ്മൾ പോലീസിൻ്റെ ജോലി. അപ്പോൾ അത് നിയമപരമായി നടപ്പിലാക്കുക. അവിടെ നീതി ഉണ്ടാവും. പരിമിതികളുണ്ടാവും. എത്ര പരിക്കുകളുണ്ടെങ്കിലും പരമാവധി നമ്മൾ നീതി പുലർത്തും. പരിമിതികളുണ്ടാവും. ഒരു സമൂഹത്തിൽ അങ്ങനെ പരിമിതികളുണ്ടാവും. എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാവും. ശ്രമമാണ് സാഫല്യം. ഒരു ക്രൈം നടന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ടൊരു ഇൻവെസ്റ്റിഗേറ്റർ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവും? ക്രൈം സീനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലേ? ക്രൈം സീനാണോ? ഒരു ഹീനിയസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാ ക്രൈമിനും സീൻ ഉണ്ടാവും. ഭർത്താവ് ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സീനൊന്നും ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ ഫോൺ ചെയ്തിട്ടൊക്കെ തന്നെ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കാം, അല്ലേ? അവിടെ ഒരു സീനില്ല. നിങ്ങൾ ഉദ്ദേശിച്ചതൊരു മർഡർ, അതുപോലെ കളവ്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു ക്രൈം സീൻ ഉണ്ടാവും. ആ സീനിൽ നമ്മൾ പരമാവധി അവിടെ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കും.
പോലീസ് അത് കോഡ് ഓൺ ചെയ്യും, ഗാർഡ് ചെയ്യും. എന്നിട്ട് അവിടെ ഏതെല്ലാം തരത്തിലുള്ള എക്സ്പേർട്ടിനെയാണോ നമ്മൾ കൊണ്ടുവരേണ്ടത് അവരുടെ സർവീസ് നമ്മൾ തേടും. അവരുടെ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സീനിൽ പ്രിപ്പറേഷൻ നടത്തും. ക്രൈം സീൻ പ്രിപ്പയർ ചെയ്യാൻ മഹസർ എന്നൊക്കെ പറയില്ലേ, മഹസർ തയ്യാറാക്കുന്നത് അങ്ങനെയാണ്, ഈ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ ഒരു കളവ് കേസാണെങ്കിൽ മിക്കവാറും അവിടെ ഫിംഗർ പ്രിൻ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫിംഗർ പ്രിൻറ്റുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ എക്സ്പേർട്ടിൻ്റെ സഹായം നമ്മൾ തേടും. അപ്പോൾ ക്രൈം സീൻ ഉദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ ആ ക്രൈം സീനിൽ നിന്നും ഏതെങ്കിലും തെളിവുകൾ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടാതിരിക്കാനും വേറെ ഏതെങ്കിലും വസ്തുക്കളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത് ടാമ്പർ ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രമിക്കും. അപ്പോൾ അവിടെ നിന്നാണ്, ആ ക്രൈം സീനിൽ നിന്നാണ് നമ്മളുടെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ സീൻ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒരു സസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പോലീസിന് എന്തെല്ലാം മാർഗങ്ങളിലൂടെ, ഏതൊക്കെ രീതികളിലൂടെ ചോദ്യം ചെയ്യാം? അപ്പോൾ നമ്മൾ ദിലീപിൻ്റെ കേസിലൊക്കെ നമ്മൾ കാണുന്നു ഇത്ര മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഒരു പോലീസിനൊരു സസ്പെക്റ്റിനെ അല്ലാണ്ടെങ്കിൽ ഒരു പ്രതിയെ എങ്ങനെ എന്തെല്ലാം രീതികളിലൂടെ പോലീസിൻ്റെ മുമ്പ് ചോദ്യം ചെയ്യപ്പെടുന്നവർ കുറേ പേരുണ്ട്. ഒന്ന് സാക്ഷികൾ, ഒന്ന് പ്രതികൾ. സാക്ഷികൾ തന്നെ വിവിധ സാക്ഷികളുണ്ടാവും. സാക്ഷികൾ പ്രതിയോട് താല്പര്യമുള്ള സാക്ഷികളുണ്ടാവും, വാദിയോട് താല്പര്യമുള്ള സാക്ഷികളുണ്ടാവും, പിന്നെ എല്ലാം അറിയാം സാക്ഷിക്ക്, പക്ഷേ കോടതിയിൽ പോകാനോ പോലീസിന് മുമ്പിലെത്താനോ താല്പര്യമില്ലാത്ത സാക്ഷികളുണ്ടാവും. പിന്നെ സ്ത്രീകളായ സാക്ഷികൾ, കുട്ടികളായ സാക്ഷികൾ, ഇവരൊക്കെ പോലീസ് ചോദ്യം ചെയ്യേണ്ടി വരും ചില കേസുകളിലൊക്കെ. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് പ്രതിയെ ചോദ്യം ചെയ്യും. പ്രതിയെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ പോലീസിന് നിർബന്ധമായിട്ടുണ്ട്. ചില കേസുകളിൽ പ്രതിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് തെളിവുകൾ ശേഖരിക്കാൻ പറ്റും. അപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് ടെക്നിക്കിലൂടെ കുറേ ടെക്നിക്കുണ്ട്. ചില പ്രതികളൊക്കെ വളരെ 1-2 തവണത്തെ ചോദ്യം കൊണ്ട് തന്നെ നമ്മളുടെ ട്രാക്കിലേക്ക് എത്തിച്ച് അവരിൽ നിന്ന് നമ്മൾ സത്യം മനസ്സിലാക്കും. ഇപ്പോൾ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നുണപരിശോധനയൊക്കെ കിട്ടും. അഥവാ അങ്ങനെ വരുമ്പോൾ, അങ്ങനത്തെ കേസൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കുമ്പോൾ, ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലും അവരിൽ നിന്ന് അത് നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇയാൾ പറയുന്നത് സത്യമാണോ അല്ലേ എന്നൊക്കെ തെളിയിക്കുന്നതിനുള്ള അതുപോലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും. ഏതായാലും വിദഗ്ധനായ ഒരു ഇൻവെസ്റ്റിഗേറ്റർ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻട്രോഗേറ്റർ സംബന്ധിച്ചിടത്തോളം, ഒരു ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിയിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ കഴിയും. അതിൻ്റെ രീതികൾ എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ സമയമൊന്നുമില്ല, എത്രയോ സമയം വേണ്ടി വരും. ചില ദിവസങ്ങളോളം നമ്മൾ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും. ചില പ്രത്യേക ഘട്ടത്തിൽ, അതായത് എന്താണോ അയാളിൽ നിന്നും ലഭിക്കേണ്ടത് ആ സമയത്ത് അയാൾ എന്ത് ചെയ്യും, സ്കൾക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും അയാൾക്ക് റിലാക്സ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അയാളെ നമ്മളുടെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചോദ്യം ചെയ്യുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാൻ പരിമിതികളുള്ളതുകൊണ്ട് നമുക്കത് കഴിയില്ല. ഏതായാലും നമ്മൾ ചോദ്യം ചെയ്യലൂടെ, അതായത് ഒരു വിദഗ്ധനായ ഒരു ഇൻവെസ്റ്റിഗേറ്ററെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഒരു പ്രതിയിൽ നിന്ന് മിക്കവാറും കാര്യങ്ങൾ അയാൾ എന്താണോ അയാൾ ചെയ്ത ക്രൈം, അതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അറിവുണ്ടാവാർക്കാം ക്രൈം ചെയ്ത ആൾക്കാവും. അപ്പോൾ അയാളിൽ നിന്ന് നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും, നന്നായി ചോദ്യം ചെയ്താൽ. ഒരു കേസിൽ എവിഡൻസുകൾ മാത്രമാണോ ഒരു പ്രതിയെ, ഒരു കുറ്റവാളിയെ തീരുമാനിക്കുന്നത്? അല്ല, അതെന്താണെന്ന് വെച്ചാൽ എവിഡൻസുകൾ മാത്രം വെച്ചാൽ ഒരു കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ക്രൈം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ക്രൈം എങ്ങനെ സംഭവിച്ചു, ഏത് രീതിയിൽ സംഭവിച്ചു, ആരാണ് ആ ക്രൈം ചെയ്തത്, എപ്പോഴാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, അതിൻ്റെ മോട്ടീവ് എന്താണ്, എങ്ങനെയാണ് ചെയ്തത്, ആരൊക്കെ അതിൽ പങ്കെടുത്തു, ഓരോ പ്രതിക്കും അവരുടെ പങ്കെന്താണ്, ആയുധം ഉപയോഗിച്ചവരുണ്ടാവും, ആയുധം ഉപയോഗിക്കാതെ ഇതിൽ പങ്കെടുത്തവരുണ്ടാവും, അതേപോലെ കോൺസ്പിറസി നടത്തിയവരുണ്ടാവും, ഗൂഢാലോചന നടത്തിയവരുണ്ടാവും, അബറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രേരണ നടത്തിയവരുണ്ടാവും. ഇതൊക്കെ നമ്മൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടെത്തിയാൽ മാത്രമല്ല, ഇത് പ്രൂവ് ചെയ്യണം, കോടതിയിൽ പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എവിഡൻസ് വേണം.
അപ്പോൾ ഈ കളക്ഷൻ ഓഫ് എവിഡൻസ് അതാണ് ഇൻവെസ്റ്റിഗേഷൻ. തെളിവുകളുടെ ശേഖരണം. ആ ശേഖരിച്ചിട്ട് ഈ സംഭവം നടന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഈ തെളിവുകൾ പലപ്പോഴും തെറ്റായ രീതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് സ്വാഭാവികമാണ്. അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് മിസ്ലീഡ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് നമുക്ക് ലാജോ ജോസിൻ്റെ കോഫി ഹൗസ് എന്ന് പറഞ്ഞ നോവലിലൊക്കെ ഇതിന് ഒരു കാമുക മരിക്കുന്നു, കാമുകനെ മരിച്ചൊരു സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് അവളെ രക്ഷിക്കാൻ നോക്കുക, അല്ലാണ്ട് സമാശ്വസിപ്പിക്കാൻ നിലക്കുള്ള, പക്ഷേ അയാളെ ഫിംഗർ പ്രിൻറ്റ്സ്, രക്തക്കറകൾ അയാളുടെ കയ്യിൽ, അതൊക്കെ വെച്ചിട്ട് ആൾ തൂക്കിലേറ്റപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ മിസ്ലീഡിങ്ങിൽ നിന്ന് നമ്മൾ എവിഡൻസ് തന്നെ മിസ്ലീഡ് ചെയ്യപ്പെടുമ്പോൾ അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ പ്രിക്കോഷൻസ്? അതായത് മിസ്ലീഡ് ചെയ്യാൻ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നവരാവില്ല പ്രതികൾ. നിങ്ങൾ പറഞ്ഞ അതാണ് ആ നോവലിൽ, അത് ശരിയാണത്. നമ്മൾ വിചാരിക്കുന്നവരല്ല പ്രതിയായിട്ട് വരും. വളരെ അപൂർവമായ ഒരു സംഭവമാണ്. മിക്കവാറും നമ്മൾ നല്ല വഴിയിലൂടെ തന്നെയാവും സഞ്ചരിക്കുക, പക്ഷെ നമുക്ക് മിസ്ലീഡിങ് ഉണ്ടാവും. അത് ചില തെളിവുകളൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് ഇൻവെയിനാവും, ആ അന്വേഷണം ഇൻവെയിനാവും, അങ്ങനെ വരാറുണ്ട്. പക്ഷെ അതില്ലാതെ പരമാവധി നമ്മൾ ഫുൾ പ്രൂഫായിട്ട് ഒരാൾ പ്രതിയാണെന്ന് പറയുന്നത് തെളിവുകളുടെ സ്ട്രെങ്ത്തിൽ തന്നെയാണ്, തെളിവുകളിലൂടെ തന്നെയാണ്. തെളിവില്ലാതെ നമ്മളൊരാൾ പ്രതി എന്ന് പറയുന്നത് അത് ശരിയല്ല, തെറ്റാണ്. അത് മാത്രമല്ല, ഈവൻ പ്രതിയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ള പ്രശ്നം. പ്രതിയാണെങ്കിൽ അയാൾ ഡെഫിനറ്റായിട്ട് ആ കൃത്യം ചെയ്തു അല്ലെങ്കിൽ ആ ക്രൈം ചെയ്തു എന്ന് തെളിഞ്ഞാൽ മാത്രമേ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യൂ. നമുക്കറിയാം ക്രൈം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, എൻകൗണ്ടർ, ഇതിനൊക്കെ സാർ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഞാൻ ഏത് ഭാഗം പറയേണ്ടത്? ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണോ? ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആദ്യം പറയാം. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്രിമിനോളജിസ്റ്റുകളുടെ ഇടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് അബോളിഷനിസ്റ്റുകൾ എന്ന് പറയും, ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അവർ പറയുന്നത് അൺജസ്റ്റാണെന്ന് പറയും. അൺജസ്റ്റാണ്, നീതിയല്ല എന്ന് പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. പിന്നെ ഒരു വിഭാഗമുണ്ട് ഇന്ത്യയിലെ തന്നെ ക്രിമിനോളജിസ്റ്റിൽ ഒരു വിഭാഗമുണ്ട്, അവർ റീടെൻഷനിസ്റ്റുകൾ എന്ന് പറയും. അതായത് അവിടെ തുടരണം, ഇതിങ്ങനെ വേണം എന്ന് പറയും. അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ ദേ റിമൂവ്സ് ഫ്രം ദ സൊസൈറ്റി ഫോർ എവർ എന്നാണ്. അതായത് പ്രതികൃതി ചെയ്യുന്നതോടുകൂടി അത്തരം പ്രതികളെ സമൂഹത്തിൽ നിന്നും ഇല്ലാതെയാണ്. അപ്പോൾ സമൂഹം രക്ഷപ്പെടും. അപ്പോൾ പ്രതിക്രിയ നല്ലതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അതാണ് റീടെൻഷനിസ്റ്റ് എന്ന് പറയും. പിന്നെ അബോളിഷനിസ്റ്റ്, അവർ പറയുന്നത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഇനി കൊലപാതകത്തിന് കൊലപാതകം തന്നെ എന്നുള്ള രീതിയിലുള്ള ഒരു പണിഷ്മെൻറ്റ് വേണ്ട എന്ന് പറയുന്നു. രണ്ടിനും രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടിനും രണ്ട് രീതിയിൽ. പക്ഷേ നമുക്കിത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു സംഭവം എന്താ വെച്ചാൽ, റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇത് തടയുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക മാർഗ്ഗങ്ങൾ സ്ഥിരം. അതായത് കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം, ശിക്ഷിച്ചതിന് ശേഷം റിഫോർമേറ്റീവായ കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ അബോളിഷനിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ നന്നാക്കി നടത്തുക, അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും സ്വീകാര്യമായൊരു മാർഗം എന്നുള്ള രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറ്റവാളിയെ ശിക്ഷിക്കുക, പിന്നീട് അയാൾ പുറത്തു വരുമ്പോൾ വീണ്ടും ഈ ക്രൈം റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള റിഫോർമേഷനുകൾ നമ്മൾ ജയിലിൽ നിന്ന് ഒക്കെ പരോൾ കൊടുക്കാം, അവിടുന്ന് എന്താ പറയുക ഗൈഡൻസ് കൊടുക്കാം, വേറെ തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചുവിടാം, അങ്ങനെയൊക്കെ പറയുന്ന രീതി. അപ്പോൾ എൻകൗണ്ടർ എന്ന് പറയുന്ന വേറെ സംഭവമാണ്. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലാണ്, അല്ലേ? ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇപ്പോൾ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ കാടിലൊക്കെ അന്ന് സർവീസിലുണ്ട്. നമ്മൾ അങ്ങനെ മരണപ്പെട്ടു. അല്ല, നമ്മൾ പുറത്താണ്, നമ്മൾ അതിനു വേണ്ടി പോകുന്ന ആളുകളല്ല, പക്ഷെ നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് ഏറ്റുമുട്ടലുകൾ, എന്തായത് ഒരു ആംഡായ ആളുകൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസും ആംഡാവും, അല്ലേ? എക്യുപ്പിഡാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങോട്ട് വെടിവെക്കുന്നത് എന്തിനാണ്? നമ്മളെ കൊല്ലാനാണ്, തിരിച്ചും വെടിവെക്കും. ഇതാണ് സംഭവം. ഇതല്ലാതെ ഫേക്ക് എൻകൗണ്ടർ എന്ന് പറയുന്നൊരു സംഭവമാണ്, വിവാദങ്ങളുള്ള ഒരു സംഭവമാണ് ഫേക്ക് എൻകൗണ്ടർ. ഇത് പാടില്ല. അതേസമയം ഒരു ഫോഴ്സ് എന്ന നിലയിൽ നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കുക എന്ന് പറയുന്നൊരു എൻകൗണ്ടർ ആണെങ്കിൽ അത് വളരെ അപൂർവമാണ് കേരളത്തിൽ ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ വിഷയത്തിലല്ലാതെ വേറെ നമ്മളുടെ നാട്ടിൽ
ഒന്നും ഈ സംഭവങ്ങളില്ല. ഈ ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം വരുമ്പോഴേ ഇവിടെ എൻകൗണ്ടർ ഉള്ളൂ. ബാക്കി നമുക്ക് എൻകൗണ്ടർ ഒന്നുമില്ല. ഇവിടെ ആരും ആയുധമൊന്നും ഉപയോഗിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ്. അതായത് നമ്മൾ എക്യുപ്പിഡാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതിനെ റൈറ്റിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കും. ഏറ്റവും മൈൽഡായിട്ട്, ഏറ്റവും കുറഞ്ഞ രീതിയിൽ, മിനിമം പോസിബിൾ, മിനിമമാണ്, മാക്സിമം അല്ല, മിനിമം ബലം പ്രയോഗിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാത്ത രീതിയിലുള്ള ഇപ്പോൾ ഈ തോക്കുമായി വരുന്നവരെ തോക്കുമായിട്ട് തന്നെ നേരിടുന്ന സംഭവമാണ്. അതാണ് ഈ മാവോയിസ്റ്റുകളുടെ വിഷയത്തിലൊക്കെ ഉള്ളത്. അവർക്ക് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോകും. ക്യാപിറ്റൽ പണിഷ്മെന്റിനും എൻകൗണ്ടറിങ്ങിനൊക്കെ അത് രണ്ടും വ്യത്യാസ ഒരു സംഭവമാണ്. അതായത് എൻകൗണ്ടർ എന്ന് പറയുന്നത് വിചാരണയും കാര്യമൊന്നും അല്ലല്ലോ. അത് നമ്മൾ ഫീൽഡിൽ വരുന്നൊരു സംഭവമാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊലപാതകത്തിന് തൂക്കിലേറ്റുക അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എൻകൗണ്ടറും ഒന്നിക്കുന്നൊരു ഘടകമാണ് ഈ ക്രൈം എന്നുള്ള സംഗതി. അപ്പോൾ അത് വർദ്ധിക്കുന്നതിൽ ഇതിന് രണ്ടിനും, അത് തടയുന്നതിൽ ഇതിന് രണ്ടൊരു കാര്യമായ, അതായത് ക്രൈം തടയുക എന്ന് പറയുന്നത്, ക്രൈമിന് കുറേ കാരണങ്ങളുണ്ട്. കുറേ കാരണങ്ങളുണ്ട് എങ്ങനെയാണ് ക്രൈം വരുന്നത്. നമ്മൾ ക്രിമിനൽസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻസെയിൻ ക്രിമിനൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അതേപോലെ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഉണ്ട്, സൈക്കോ ടൈപ്പ്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായി. അതേപോലെ ലെസിവിയസ് ക്രിമിനൽസ് ഉണ്ട്, ലെസ്റ്റ്ഫുൾ ക്രിമിനൽസ് എന്നൊക്കെ പറയും. അതായത് ഈ സെക്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ താല്പര്യം ഒക്കെ ഉള്ളവരുണ്ട്. പിന്നുള്ളത് വയലൻ്റ് ക്രിമിനൽസുമാണ്. ഏതെങ്കിലും ഐഡിയോളജി, പൊളിറ്റിക്കലോ അല്ലെങ്കിൽ റിലീജിയസോ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻഫ്ലുവൻസിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ അതൊക്കെ വരാനുള്ള സാഹചര്യം നമ്മളുടെ ഒരു സോഷ്യൽ ക്രമത്തിൽ ഇതിൻ്റെ സാഹചര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ചില ഏരിയയിൽ എന്തുകൊണ്ടാണ് ഇത് വരാൻ പറയുന്നത്. പല കാരണങ്ങൾക്കുണ്ട്. ഇപ്പോൾ കുട്ടികളിലെ ഡെലിക്വൻസി, കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ, അത് കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾക്ക് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് കാരണമാകും. എന്താ കാരണം? ഒന്ന് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയിൽ റിജക്ഷൻസ് ഉണ്ടാവും, കുട്ടികൾ ഒഴിവാക്കുക. ഇപ്പോൾ ചിലർ പറയുന്നത് എന്താ വെച്ചാൽ വർക്കിംഗ് മദർ ചില സമയത്ത് മറ്റുള്ള ഒരു സാധാരണ ഫാമിലിയിൽ അമ്മയെക്കാളും ഇവരെ നോക്കും, പക്ഷേ കുറേ സമയം ഇവരെ ആരുമില്ലാതെ വിടുന്നൊരു സംഭവം, മനസ്സിലായി. അപ്പോൾ കുട്ടികൾ ചില സമയത്ത് അവരുടെ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയും, അവരുടെ ഒരേ രീതിയിലുള്ള ആളുകളുമായിട്ട് കൂട്ടം കൂടാനും ഇതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. കുട്ടികളങ്ങനെ. സ്ത്രീകൾ കുറ്റവാളികളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ കണ്ടുവരുന്നുണ്ട്. അവരെ സംബന്ധിച്ചവർ അവർ പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായി അവരൊരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട് സമൂഹം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അങ്ങനെ ഒരു ഈഗോ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില കുറ്റകൃത്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലെ ഒരു എന്താ പറയുക, ഒരു രോഗമാണ് ശരി, മനസ്സിലായി. അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ ചെയ്യുക. അതിപ്പം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ പോലീസ് എടുക്കാറുണ്ട്. പക്ഷെ അതൊരു സാമൂഹിക തലത്തിൽ വരേണ്ട ഒരു ആലോചനയാണ്. അത് സർക്കാർ തലത്തിൽ വേണം, ഒരു സൊസൈറ്റിയിൽ വരണം, കുടുംബത്തിൽ നിന്ന് വരണം, സംഘടനകളിൽ നിന്ന് വരണം, അതുപോലെ സംഭവങ്ങൾ. അത് പോലീസിനെ സംബന്ധിച്ചുള്ള അത് പ്രിവെൻറ്റ് ചെയ്യുക, ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക, കുറ്റവാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. ഇതാണ് പോലീസിൻ്റെ റോൾ. ഒരു കുറ്റവാളിയുടെ മെൻ്റൽ സ്റ്റേറ്റ് ലോ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയ ക്രൈം ആണെങ്കിൽ പോലും ഇപ്പോൾ ആൾക്ക് നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാത്തൊരു നീതി അഗ്രസീവായ രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നു. ആ ഒരു കുറ്റവാളിയുടെ മെൻ്റൽ സ്റ്റേറ്റ് ലോ പരിഗണിക്കുന്നുണ്ടോ? അതായത് ലോ പരിഗണിക്കേണ്ടതെന്ന് വെച്ചാൽ ചില കുറ്റവാളികൾ ശിക്ഷിക്കുമ്പോൾ ഇവർ ഫസ്റ്റ് ഒഫൻഡറാണ് നോക്കുന്നു. അവരുടെ നേരത്തെയുള്ള അവരുടെ നടപ്പാവസ്ഥ നോക്കും, ഹിസ്റ്ററി നോക്കും. അപ്പോൾ അതിനനുസരിച്ചായുമായിരുന്നു ഒരു നമ്മൾ പറയലോ അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതൊക്കെ ഇത് ഈ എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടത്തുന്ന കോടതികൾക്ക് തോന്നുന്ന രീതിയിൽ അവരെങ്ങനെയാണോ, എന്തുകൊണ്ടാണ് ഇയാൾ ഈ കുറ്റകൃത്യത്തിൽപ്പെട്ടത്, ഇത് അയാൾ ചെയ്തത് അയാൾ അനിവാര്യമായ സന്ദർഭത്തിലാണോ,
അതല്ല അയാളുടെ ഡിഫൻസിൻ്റെ ഭാഗമായി ചെയ്തതാണോ, അതല്ല വെറുതെ ചെയ്തതാണോ? ഒരു മർഡർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഒരു എൻഡമിക് ക്രൈംസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ മർഡർ എന്ന് പറയുന്ന അത് ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്ത കുറേ ആളുകളുണ്ട്. അവർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഒരു നല്ലൊരു സാധാരണ കുടുംബത്തിലൊരാൾ ഒരു മർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ പരിഗണിക്കാറുണ്ട്. ചില ശിക്ഷാവിധികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ നമുക്ക് പറയില്ല. മർഡറാണ്, അതിൻ്റെ രീതി, അതിൻ്റെ മോട്ടീവ്, അത് എങ്ങനെ, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ, എവിടുന്ന് എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ച് നമ്മൾ കുറ്റപത്രം സമർപ്പിക്കും. ഇസ്ലാമിലെ ക്രൈം ലോയെ സാർ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇപ്പോൾ ക്രൈം വർദ്ധിക്കുന്നതിലുള്ള പരിഹാരങ്ങൾ ഒന്നുകൂടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റുകളിലേക്കൊക്കെ വരുമ്പോൾ ഇസ്ലാമിലെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉണ്ട് അല്ലേ? ഇസ്ലാമിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മളത് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു റിപ്പബ്ലിക്കിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റും അല്ലേ? നമുക്ക് സിവിൽ നിയമങ്ങൾ മാത്രമാണ് നമുക്ക് ഇസ്ലാമിൻ്റേതായിട്ട് നമുക്കിവിടെ അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? സിവിൽ നിയമങ്ങൾ ശരിയത്തിലോ? ശരിയാണ്. റിപ്പബ്ലിക്കിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക്ക് ഇതുപോലുള്ള ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് പരിഗണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞത്, ഞാൻ വായിച്ചത് ഓക്കെ, ഉമർ റളിയല്ലാഹു അൻഹു ഇതേപോലെ മോഷ്ടിച്ച ഒരാളെ കൈവെട്ടിയില്ല. അവിടെ എന്തായിരുന്നു? പോവർട്ടി ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ, വിശപ്പിന് വേണ്ടിയിട്ടാന്ന് പറയും. അപ്പോൾ അതിന് പോലും ഒരു ഭരണാധികാരിക്കും ഒരു എന്താ പറയുക, ഇത് വിധിക്കുന്ന ഒരു ജഡ്ജിക്കും നിയമം നിലവിലുണ്ടെങ്കിലും അതിനനുസരിച്ച് അതിൻ്റെ സാഹചര്യം അനുസരിച്ചൊക്കെ ചെയ്യാം. അത് വളരെ ഉപകാരപ്രദമാകുന്ന സന്ദർഭങ്ങളുണ്ടാവും. ചില നാട്ടിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നമ്മൾ ഒരു ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റേറ്റ് തന്നെ അവിടുത്തെ സാഹചര്യങ്ങളും ഇതിനനുസരിച്ചായിരിക്കും ഇതിലെ ഈ പ്രതിക്രിയ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അതിലത്രയേ ഉള്ളൂ. അതിലിപ്പോൾ ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായം നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായം ശരിയല്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. ഇവിടെ ഒരു സിവിൽ നിയമം മാത്രമേ നമുക്കുള്ളൂ. ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കും നടപ്പിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇവിടെ അത് സബ്ജക്റ്റായി വരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാനതിനെ വേറൊന്നും പറയുന്നില്ല. കാരണം അത് ചില സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യണം അല്ലേ? അല്ലേ? സാറിൻ്റെ കരിയറിലെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട്? അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പാട്രിസൈഡുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ പിതാവിനെ കൊല്ലുക. ഒരു മകൻ പിതാവിനെ കൊന്ന ഒരു കേസിൻ്റെ അന്വേഷണത്തിൽ വളരെ ത്രില്ഡായ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളൊരിക്കലും ആ മകനിലെത്തുന്നില്ല. ആദ്യമൊന്നും എത്താൻ സാധ്യമല്ലാത്ത രീതിയിൽ ആയിരുന്നു അതിൻ്റെ സംഭവം. തെളിവുകളൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ട്. അല്ല, ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എന്തിനാ അപ്പോൾ ഒരു മകൻ പിതാവിനെ കൊല്ലുന്നു? അങ്ങനെ ആരും സംശയിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ആ നാട്ടിലാരും സംശയിക്കുന്നില്ല, ആ കുടുംബത്തിലാരും സംശയിക്കുന്നില്ല. പിതാവ് മരണപ്പെട്ടു എന്നുള്ള സത്യമാണ്. അത് പിന്നീട് അറിയുന്നത്, പോസ്റ്റ്മോർട്ടത്തിലാണ് നമ്മൾ അറിയുന്നത് അത് കൊലപാതകമാണെന്നില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ ആ മകനെ ചോദ്യം ചെയ്യാനുള്ള, അതായത് നമ്മളുടെ വൃത്തം, നമ്മളുടെ സസ്പെക്റ്റ് എന്ന് പറയുന്ന അഥവാ സംശയിക്കുന്നവരുടെ വൃത്തം അങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് മകനിലേക്ക് എത്തും. പക്ഷെ മകൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അങ്ങനെ ആ മകനിൽ നിന്നും നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെ ഓരോ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒരു ടീം, നമ്മൾ ഒരാളൊന്നും അല്ലാതെ ചെയ്യാം. ആ ടീമിലുണ്ടായിരുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്കറിയാം ഏത് വലിയ ചെറുതല്ലാത്ത പങ്ക് ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ടീമുണ്ടാവുള്ളൂ, ഒരാളല്ലല്ലോ അത് ചെയ്യും. ആണോ? അല്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് മർഡർ കേസൊക്കെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ ടീം ഓഫ് ഓഫീഷ്യൽസാണ്. ആ കൂട്ടത്തിൽ നമുക്ക് പങ്കാളിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ മകനിൽ നിന്ന് തന്നെ പിതാവിനെ കൊന്നത് ഒരു പാട്രിസൈഡാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ വേറെ ഒരു 10-15 വർഷമൊക്കെ പഴക്കമുള്ള ഒരു മർഡർ കേസൊക്കെ തെളിയിക്കുന്ന ആ ഒരു ടീമിൽ അംഗമായിട്ടുണ്ട്. അതിനു മുമ്പും ഉണ്ട്. പിന്നെ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലൂ ഇല്ലാത്തത് തെളിയിക്കാനുള്ള ആ ഒരു സംഘത്തിലൊക്കെ വ്യത്യസ്തമായി അതെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റവാളിയുടെ
കരിയറിൽ എപ്പോഴെങ്കിലും കുറ്റവാളിയുടെ അല്ലെങ്കിൽ കുറ്റവാളികളുടെ മോട്ടീവുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നല്ല സെൻറ്റിമെൻ്റലായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിയമത്തിന് പരിമിതികൾ അനുഭവപ്പെടുന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ കുറ്റവാളിയാണ് നിയമത്തിൻ്റെ മുമ്പിൽ അല്ലേ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ അയാൾ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പാറ്റിസൈഡിൽ ഇദ്ദേഹം ഏറ്റവും പ്രയാസപ്പെട്ടാണ് ഈ പിതാവിനെ കൊണ്ട്. പിതാവ് ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ ഓരോ ദിവസവും അവരുടെ വീട്ടുകാരെയും അവരുടെ സഹോദരിമാരെയും അതേപോലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് വാരിക്കെട്ട് എല്ലാ ദിവസവും പ്രയാസപ്പെടുത്തുന്നവരാണ്. അങ്ങനെ സഹിക്കാൻ വയ്യ ഒരു നിലക്കും ആർക്കും. എങ്ങനെ ഇയാളുടെ ലെവൽ ബെസ്റ്റ് അയാൾ ശ്രമിച്ചിട്ടും ഇയാൾ ഇതിന് പിന്തിരിയുന്നില്ല. കുടുംബത്തിന് ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ അയാൾ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് വിഷയം. വളരെ സങ്കടകരമാണ്, പക്ഷേ അയാൾ പ്രതിയാണ് തന്നെ അല്ലേ. മനസ്സിലായോ? മനസ്സിലായി. ക്രൈം സ്റ്റോറിയുടെ ആദ്യ എപ്പിസോഡ് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്കൊരു ഫോറൻസിക് ഓഫീസറുമായി കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ. അപ്പോൾ അഷ്റഫ് സാർ, ജസാക്കല്ലാഹ്, താങ്ക്സ്. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.